നമസ്കാരം. നമ്മുടെ മനസ്സുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ചില സമയത്ത് അതീവ സങ്കീർണമാണ്. പ്രത്യേകിച്ചും ഉപബോധ മനസ്സുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ വർഷങ്ങളായിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. നമ്മൾ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഒരു സ്റ്റോർ റൂമാണെന്ന് വേണേൽ പറയാം ഈ ഉപബോധ മനസ്സ്. ഈ അമിത ചിന്തയും ഉപബോധ മനസ്സിൻ്റെ പ്രവർത്തനവുമായിട്ട് വളരെ അഭേദ്യമായിട്ടുള്ളൊരു ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ അമിത ചിന്തയെക്കുറിച്ച് പറയുമ്പോൾ ഉപബോധ മനസ്സിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. ഉപബോധ മനസ്സിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്ന പല ഇൻഫർമേഷനുകളുമുണ്ട്. അതിനകത്ത് തന്നെ നമ്മളെ സന്തോഷിപ്പിക്കുന്നുമുണ്ട്, നമുക്ക് പ്രതീക്ഷ ഉണ്ടാക്കി തരുന്നുമുണ്ട്, നമ്മളെ നിരാശപ്പെടുത്തുന്നുമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ള പല കാര്യങ്ങളും അതിനകത്ത് റെക്കോർഡ് ചെയ്തിട്ട് ഇതൊക്കെ തന്നെ നമുക്ക് ആവശ്യമുള്ളപ്പോൾ, നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ആവശ്യമുള്ളപ്പോൾ അവിടുന്ന് നമ്മൾ എടുക്കുക ചെയ്യുന്നു. അപ്പോൾ ഈ ഉപബോധ മനസ്സിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിന് ഈ നെഗറ്റീവ് ഏതാണ് പോസിറ്റീവ് ഏതാണെന്ന് വേർതിരിച്ചറിയാനുള്ള ഒരു കഴിവില്ല. എന്ന് വെച്ചാൽ ചിന്തകളെ വിശകലനം ചെയ്യാനുള്ളൊരു കഴിവ് ഉപബോധ മനസ്സിലില്ല. എന്താണോ നമ്മൾ സ്റ്റോർ ചെയ്ത് കൊടുക്കുന്നത് അത് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റൂ. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് എങ്ങനെ നമുക്ക് ഈ അമിത ചിന്തയെ കൈകാര്യം ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ പറ്റും, അതേക്കുറിച്ചാണ്. അതിനു മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഏത് അമിത ചിന്തയാണെങ്കിലും അതിനൊരു കാരണം ഉണ്ടാവും. ഏത് ചിന്തയാണെങ്കിലും നമ്മളൊരു കാര്യം കണ്ടിന്യൂസ് ആയിട്ട് ചിന്തിക്കുന്നെങ്കിൽ അതിനൊരു റീസൺ ഉണ്ട്. അതൊരു പക്ഷേ ഒരു വ്യക്തിയായിട്ട് ബന്ധപ്പെട്ടതാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യമായിട്ട് ബന്ധപ്പെട്ടതാകാം. അപ്പോൾ ഏത് തരത്തിലുള്ള അമിതമായിട്ടുള്ള ചിന്തയാണെങ്കിലും, അല്ലെങ്കിൽ ഏത് കാര്യമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അമിതമായിട്ടുള്ള ചിന്തയാണെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമ്മുടെ ഉപബോധ മനസ്സിൽ സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുള്ള ആറ്റിറ്റ്യൂഡാണ് നമ്മളെ കൊണ്ട് അമിതമായിട്ട് ഈ ചിന്തിപ്പിക്കുന്നത്. ഏത് കാര്യത്തെക്കുറിച്ചാണെങ്കിലും അതിനെക്കുറിച്ച് അമിതമായിട്ട് ചിന്തിക്കാനുള്ള, അത് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ, അതിനുള്ള ഒരു ഊർജം തരുന്നത് ഈ ഉപബോധ മനസ്സിലുള്ള ഈ ആറ്റിറ്റ്യൂഡാണ്. നമ്മൾ പല രീതിയിൽ നോക്കിയിട്ടും ഇത് മാറ്റാൻ പറ്റാത്തതിൻ്റെ കാര്യം ഇതാണ്. ഈ സ്റ്റോറേജിനകത്തുനിന്ന് വീണ്ടും വീണ്ടും ഇത് വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് കുറച്ച് സമയം ഒന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ വീണ്ടും അത് വരുന്നത്, നമ്മൾ അറിയാതെ വരുക. അപ്പോൾ ഈ കാര്യമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഉപബോധ മനസ്സിലുള്ള ഈ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യാതെ നമുക്കൊരിക്കലും ഈ അമിത ചിന്തയെ ഇല്ലാതാക്കാൻ പറ്റത്തില്ല. ഉദാഹരണത്തിന്, നിങ്ങളുടെ അമിത ചിന്തയ്ക്ക് കാരണം ഒരു വ്യക്തിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തോ ഒരു പ്രശ്നമാണ്, അല്ലെങ്കിൽ ഒരു വ്യക്തിയാണ് നിങ്ങളുടെ അമിത ചിന്തയ്ക്ക് കാരണം. അപ്പോൾ ഇതിനകത്ത് തന്നെ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ വ്യക്തിയോടുള്ള നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്. രണ്ട്, ആ വ്യക്തിയായിട്ട് നിങ്ങൾക്കൊരു ഡീലിങ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ബന്ധമുണ്ട്. ഏത് തരത്തിലുള്ള ബന്ധമാണ് നിങ്ങൾക്ക് ആ വ്യക്തിയായിട്ടുള്ളത്? സൗഹൃദമാണോ, അതല്ലെങ്കിൽ പ്രണയമാണോ, അതല്ലെങ്കിൽ പങ്കാളിയാണോ, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബിസിനസ് പാർട്ട്ണറാണോ? ഏതാണെങ്കിലും അതേക്കുറിച്ചും നിങ്ങൾക്കൊരു മനോഭാവമുണ്ട്. ഇപ്പോൾ പ്രണയമാണെങ്കിൽ പ്രണയത്തെക്കുറിച്ച് നിങ്ങൾക്കൊരു മനോഭാവമുണ്ട്, സൗഹൃദമാണെങ്കിൽ സൗഹൃദത്തെക്കുറിച്ച് നിങ്ങൾക്കൊരു മനോഭാവമുണ്ട്. ഇതും ഈ ഉപബോധ മനസ്സിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ, വ്യക്തിയെക്കുറിച്ചുള്ള ആറ്റിറ്റ്യൂഡും ആ ഒരു കാര്യത്തെക്കുറിച്ചുള്ള ആറ്റിറ്റ്യൂഡും, ഈ രണ്ട് കാര്യത്തിലും മാറ്റം വരുത്തിയെങ്കിലേ ഈ അമിത ചിന്തയ്ക്ക് ഇവിടെ മാറ്റം വരുത്താൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ അമിത ചിന്ത ഇല്ലാതാക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിന് നമ്മൾ അമിതമായിട്ടുള്ള പ്രാധാന്യം കൊടുക്കാൻ കാരണം എന്താണ്? നമ്മൾ അതിൻ്റെ പോസിറ്റീവ് സൈഡ് മാത്രം കാണുന്നു. ഇപ്പോൾ ഒരു വ്യക്തിയുടെ ആണെങ്കിലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ, നെഗറ്റീവായിട്ടുള്ള ഒന്നും കാണുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും താല്പര്യം വരാനും നമ്മൾ ഇത്രയും പ്രാധാന്യം കൊടുക്കാനും കാരണം. ഇപ്പോൾ പ്രണയിക്കുന്ന സമയത്താണെങ്കിലും എപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് രണ്ട് കൂട്ടരും പ്രൊജക്റ്റ് ചെയ്ത് കാണുന്നതും കാണിക്കുന്നതും. അപ്പോൾ ഇവിടെ അമിത ചിന്തയ്ക്ക് കാരണം എന്താ? എന്തോ ഒരു ഡിസ്റ്റർബൻസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിന് മാറ്റം വരുത്തണം, ആ ആറ്റിറ്റ്യൂഡിന് മാറ്റം വരുത്തണം. എങ്കിൽ മാത്രമേ നമുക്കതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനേക്കാൾ പ്രധാനമാണ് ആ വ്യക്തിയായിട്ട് നമ്മൾ ഏത് തരത്തിലാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്, ആ തരത്തിനോടുള്ള ആറ്റിറ്റ്യൂഡ്. ഉദാഹരണത്തിന്, ഇപ്പോൾ സാമ്പത്തികമായിട്ടുള്ളൊരു ബന്ധമാണ് ഒരു വ്യക്തിയായിട്ട് നമുക്കുള്ളതെങ്കിൽ അതുകൊണ്ടാണ് അവിടെ ഒരു ഇഷ്യൂ ഉണ്ടായി. അതാണ് നമുക്ക് അമിത ചിന്തയ്ക്ക് കാരണം. അതല്ലെങ്കിൽ പ്രണയമാണ്,
അപ്പോൾ പ്രണയമാണ് അവിടുത്തെ ആ ഒരു കണക്ഷൻ. പ്രണയത്തിനോടുള്ള ആറ്റിറ്റ്യൂഡ് കുറേ നാളത്തേക്ക് നമ്മൾ ചേഞ്ച് ചെയ്യണം. അല്ലെങ്കിൽ സൗഹൃദമാണെങ്കിൽ സൗഹൃദത്തിനോട് നമുക്കൊരു മനോഭാവമുണ്ട്, അത് കുറേ നാളത്തേക്ക് നമ്മൾ മാറ്റിവെക്കണം, നമുക്ക് അനുകൂലമാക്കണം. ഒരുപക്ഷെ നമുക്ക് സൗഹൃദത്തിനോട്, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് കാര്യമാണെങ്കിൽ അതിനോട്, അല്ലെങ്കിൽ പ്രണയമാണെങ്കിൽ പ്രണയത്തിനോട് നമ്മൾ അമിതമായിട്ടുള്ളൊരു പ്രാധാന്യമായിരിക്കും നമ്മൾ അവിടെ പ്രണയത്തിന് കൊടുത്തിരുന്നത്. അത് മാറ്റണം. അത് മാറ്റിയിട്ട് നമുക്കൊരു റിലാക്സ് കിട്ടുന്ന രീതിയിൽ നമ്മൾ അതിനെ മാറ്റിയെടുക്കണം. എന്ന് കരുതി അതിനെക്കുറിച്ച് നെഗറ്റീവായിട്ട് ചിന്തിക്കണമെന്നല്ല, പക്ഷേ അതിൻ്റെ ഒരു പ്രാധാന്യം നമ്മൾ കുറച്ച് നാളത്തേക്കൊന്ന് കുറച്ച് കാണണം. ഈ അമിത ചിന്തയൊന്ന് മാറുന്നത് വരെ നമ്മൾ അതിനോടുള്ള പ്രാധാന്യം കുറേ നാളത്തേക്കൊന്ന് കുറച്ച് കാണണം, മനഃപൂർവ്വം. അപ്പം ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ്, അമിത ചിന്തയ്ക്ക് കാരണമായിട്ടുള്ള ഈ 2 സോഴ്സ്, അതിനോടുള്ള മനോഭാവത്തിന് നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ തലത്തിലും നമ്മുടെ ബോധ മനസ്സിൻ്റെ തലത്തിലും മാറ്റം വരുത്തണം, ആറ്റിറ്റ്യൂഡിന് മാറ്റം വരുത്തണം. അതാണ് ഒന്നാമത്തെ കാര്യം. എന്ന് വെച്ചാൽ പഴയ ഇൻഫർമേഷൻ മാറ്റി പുതിയ ഇൻഫർമേഷൻ അവിടെ റെക്കോർഡ് ചെയ്യണം. അത് നമുക്ക് റിലാക്സ് കിട്ടുന്നത് ആയിരിക്കണം. നമുക്ക് റിലാക്സ് കിട്ടുന്ന ഇൻഫർമേഷൻ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ അമിത ചിന്ത വരുന്നത് തടയും. അപ്പോൾ ഈ അമിത ചിന്തയ്ക്ക് കാരണം എന്താ? ഒരു ഉത്കണ്ഠ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഉത്കണ്ഠയ്ക്ക് കാരണമാകുന്നത് എന്താ? ഇപ്പോൾ എന്തോ ഒരു സംഭവം അവിടെ നടന്നല്ലോ, ഈ അമിത ചിന്തയായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തോ ഒരു സംഭവം അവിടെ നടന്നല്ലോ, അതും നമ്മുടെ മനസ്സിൽ ഇരിക്കുന്ന ആ പഴയ ഒരു ഇൻഫർമേഷൻ ഉണ്ടല്ലോ, ചിന്തയുണ്ടല്ലോ, അതുമായിട്ട് ഒട്ടും മാച്ച് ആകുന്നില്ല. അപ്പോൾ അതിൻ്റെ സ്ഥാനത്ത് നമ്മൾ പുതിയ ചിന്ത വെക്കുമ്പോൾ, അല്ലെങ്കിൽ പുതിയ ഇൻഫർമേഷൻ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അമിത ചിന്തയ്ക്ക് പ്രാധാന്യമില്ലാതെ വരും. ഉദാഹരണത്തിന് നമ്മുടെ പഴയ ചില പ്രശ്നങ്ങൾ ഇപ്പം നമ്മൾ അതിനെക്കുറിച്ച് ഓർത്താൽ നമുക്കതൊരു ടെൻഷനേ അല്ല, അല്ലെങ്കിൽ നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കാനേ തോന്നുന്നില്ല. അത് വ്യക്തിയായിക്കോട്ടെ, അല്ലെങ്കിൽ സാഹചര്യമായിക്കോട്ടെ, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ളതായിക്കോട്ടെ. ഇപ്പം നമ്മൾ ഒരുപക്ഷെ ഓർക്കുമ്പോൾ ഒരു തമാശയായിട്ട് തോന്നും. അന്നൊക്കെ ഒരുപാട് അതിനുവേണ്ടി ടെൻഷൻ അടിച്ചിട്ടുണ്ട്. എന്താണ് അതിന് കാരണം? ആ പഴയ ഇൻഫർമേഷനുകളെല്ലാം മാറി. നമ്മുടെ ബോധ മനസ്സിലുള്ള ആ ഇൻഫർമേഷൻ എന്ന് വെച്ചാൽ ആ ആറ്റിറ്റ്യൂഡ് മാറി, അതിൻ്റെ സ്ഥാനത്ത് പുതിയത് വന്നു, പുതിയ ആറ്റിറ്റ്യൂഡ് അവിടെ വന്നു. അപ്പോൾ ഇപ്പോഴുള്ള നമ്മുടെ പ്രശ്നവും നാളെ നമുക്ക് അങ്ങനെ തോന്നും, ഇതിൻ്റെ സ്ഥാനത്ത് പുതിയത് വരുമ്പം. അതാ പറഞ്ഞത്, നമ്മൾ പുതിയൊരു ഇൻഫർമേഷൻ കൊടുക്കുമ്പോൾ അത് നമുക്ക് റിലാക്സ് കിട്ടുന്ന രീതിയിലുള്ളതായിരിക്കണം. അപ്പം ഞാൻ ഈ പറഞ്ഞത് മനസ്സുകൊണ്ട് ചെയ്യേണ്ട കാര്യമാണ്, മനസ്സിൽ ചെയ്യേണ്ട കാര്യമാണ്, അല്ലെങ്കിൽ മനസ്സിൻ്റെ തലത്തിൽ വരേണ്ട ഒരു മാറ്റമാണ്. ഇനി പ്രാക്ടിക്കലായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എന്ന് വെച്ചാൽ നമുക്കിഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു കർമ്മത്തിൽ കൂടുതലായിട്ട് നമ്മൾ മുഴുകണം. നമുക്കിഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി കണ്ടെത്തണം, നമ്മുടെ സാഹചര്യമായിട്ട് ബന്ധപ്പെട്ട, അല്ലെങ്കിൽ നമുക്ക് അനുകൂലമായിട്ടുള്ള എന്തെങ്കിലും ഒരു പാഷൻ, ഒരു കർമ്മം, അത് കണ്ടെത്തി കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും അത് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ അമിത ചിന്തയ്ക്ക് കാരണമാകുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ, അതിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനെ മറക്കാൻ വേണ്ടിയിട്ട്, ബോധപൂർവ്വം അതിനെ മറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ ഏതെങ്കിലും ഒരു പാഷൻ കണ്ടെത്തുന്നു, അല്ലെങ്കിൽ ഒരു കർമ്മ മേഖല കണ്ടെത്തുന്നു. അങ്ങനെ ആകരുത്. അതുമായിട്ടൊന്നും ബന്ധപ്പെടുത്തരുത്. അതല്ലാതെ അതുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ലാത്ത മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു പാഷൻ. ഇവിടെ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കുറേ ചിന്തകൾ, കുറേ ഊർജം അങ്ങോട്ടേക്ക് വരും, ഓട്ടോമാറ്റിക്കായിട്ട് വരും. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത്, എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്ത് തിരക്കുള്ള ഒരാളായിട്ട് മാറണം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ അമിതമായിട്ട് ചിന്തിക്കാനുള്ള ഊർജവും സമയവും കിട്ടാതെ വരും. അതുപോലെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ അമിത ചിന്ത വരുമ്പോൾ, അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്ന ചിന്ത വരുമ്പോൾ നമ്മൾ അതിനോട് പ്രതികരിക്കാതിരിക്കുക. നമ്മൾ പ്രതികരിക്കുമ്പോഴാണ് വീണ്ടും അടുത്ത ചിന്ത വീണ്ടും വരുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു ചിന്ത, വീണ്ടും നമ്മൾ പ്രതികരിക്കുന്നു, വീണ്ടും അടുത്തത് വരും, വീണ്ടും നമ്മൾ പ്രതികരിക്കുന്നു. ഇങ്ങനെ കണക്ട് ചെയ്ത് പോകും. അതുകൊണ്ട് പ്രതികരിക്കാതിരിക്കുക, ബോധപൂർവം അതിനെ അലസതയോടെ നോക്കിക്കാണുക. താല്പര്യത്തോടല്ല, അലസതയോടെ നോക്കിക്കാണുക. ക്രമേണ ചിന്ത വരുന്നത് കുറയും. അപ്പോൾ ഈ 3 കാര്യങ്ങളും ഒരേ സമയത്ത് നമ്മൾ ചെയ്യുമ്പോൾ എത്ര നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്ന അമിത ചിന്തയാണെങ്കിലും ഓട്ടോമാറ്റിക്കായിട്ട്
ഇല്ലാതാകുന്നത് 21 ദിവസത്തിനകം നിങ്ങൾക്ക് കാണാൻ പറ്റും. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ഡേ. ബൈ.